സിനിമയുടെ പോസ്റ്റർ പങ്കുവച്ച് മോഹൻലാലിനെതിരെ ഭാഗ്യലക്ഷ്മിയുടെ വിമർശനം. മോഹൻലാൽ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. വിധി വന്നതോടെ ദിലീപ് തന്നെയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി. തെറ്റ് ചെയ്തതുകൊണ്ടാണ് വിധി വന്ന ദിവസം മറ്റൊരു നടിയുടെ പേര് പറഞ്ഞത്. അവൾ അടുത്ത ചുവടുവയ്പ്പിനുള്ള തയ്യാറെടുപ്പിലാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഒരു 50% ആളുകളെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിധി വന്നതോടുകൂടിയാണ് കുറെ കൂടെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായത് ഇദ്ദേഹം തന്നെയാണ് അത് കൊട്ടേഷൻ കൊടുത്തത്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ, സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എന്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ. ഈ സംസാരിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നമ്മുടെ ഭാഗ്യലക്ഷ്മിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവർ നിരന്തരം ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ശക്തമായിട്ട് തുടരുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സ്ത്രീയാണ്, ഒരു സംശയമില്ല. പക്ഷേ പല ആൾക്കാർ ചോദിച്ചു പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് എന്താണ് ഇത്ര വലിയ ദേഷ്യം ദിലീപിനോട്? ദിലീപിനോട് എന്താണ് ഇത്ര വലിയ ദേഷ്യം? ദിലീപിനെ തന്നെ അറസ്റ്റ് ചെയ്തിട്ട് അകത്തിടണമെന്ന് ഭാഗ്യലക്ഷ്മിക്ക് എന്താണ് ഇത്ര നിർബന്ധം എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആ ചോദ്യങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് എന്തായാലും ദിലീപാണ് കുറ്റക്കാരൻ. ഇനിയിപ്പോൾ ഈ പളസസുനി തന്നെയാണോ? ഇനി അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ദിലീപിനെ അതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിച്ചേർത്താണോ? ദിലീപ് ആ ഗൂഢാലോചനയൊന്നും പങ്കില്ലേ? ഈ കാര്യങ്ങളൊന്നും നമുക്കൊന്നും വ്യക്തമായിട്ട് അറിയില്ല. അതെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ചില ഇൻ്റർവ്യൂകളും പഴയ കാലത്തെ ചില നോട്ട്സുകളും ചില കാര്യങ്ങളൊക്കെ മുമ്പിലേക്ക് വരുമ്പോൾ, ചേട്ടാ ഇങ്ങനെ കൂടി ഒരു ആലോചന പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആലോചന നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുക മാത്രമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്ത് സന്ദീപ് എടപ്പ. അദ്ദേഹം ഒരു പോസ്റ്റ്, ഒരു വീഡിയോ, ഏകദേശം ഒരു 30 മിനിറ്റോളം, അരമണിക്കൂറോളം നീണ്ടുക്കുന്ന ഒരു വലിയ വീഡിയോ ആണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ അത് കാണാത്ത ആളുകൾക്ക്, എൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്ന് കാണിക്കുകയാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കോളൂ. എന്നുള്ള വലിയൊരു സംശയമാണ്, ആരാണ് ആ ചേച്ചി എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലേ. ഏതൊരു സ്ത്രീ, പൾസർ ആദ്യം പറഞ്ഞതും ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. പിന്നെ എങ്ങനെ അത് ദിലീപിലേക്ക് എത്തി നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗം ഒന്ന് കേൾക്കാം. നടിയെ ആക്രമിച്ച കേസിന്റെ വിധിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1709 പേജുള്ള വിധിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. പല പ്രധാനപ്പെട്ട വിവരങ്ങളും ഈ വിധിപ്പകർപ്പിലൂടെ പുറത്തു വരികയാണ്. എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ഈ വിധിപ്പകർപ്പിലൂടെ ലഭിക്കുന്നത്. ദിലീപിനെതിരായി ആരോപിക്കപ്പെട്ട ഒരു കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതില് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം, പ്രോസിക്യൂഷന് ഗംഭീരമായിട്ടൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. ദിലീപിനെതിരെ അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്ന് ഒരു കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള ഒരു തെളിവ് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതങ്ങനെ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഗൂഢാലോചന പങ്കെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല, അവൻ വളരെ ഈസി ആയിട്ട് ഊരിപ്പോരും. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, കഴിഞ്ഞിട്ടില്ല. പിന്നോട്ട് ഒരു 8 വർഷം പിന്നിലോട്ടൊന്ന് സഞ്ചരിക്കാം. ഈ 8 വർഷം പിന്നിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ നഷ്ടമായി പോകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, ഇവരുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അല്ലാത്ത നിൽക്കുന്ന ആളുകളുണ്ടാവും. എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരം ഈ വീഡിയോയിലുണ്ടാവും, കാണാം. കുട്ടി ആദ്യം എത്തിയത് ലാലിന്റെ വീട്ടിലാണ്. ഈ പെൺകുട്ടി കൊണ്ടുപോകാൻ പോയിട്ടുള്ള കാറ് ലാലിന്റെ മകന്റെ കാറാണ് പോയത്. ഈ ലാൽ കേസിൽ സാക്ഷിയാണോ? അല്ല. ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട പി ടി തോമസ് ആയിട്ട് സംസാരിച്ചിരുന്നു. ലാലി കേസിന് സാക്ഷിയല്ല. ലാലിന്റെ മകനെ സംബന്ധിച്ച് ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടില്ല. അയാളുടെ കാറിലാണ് പോയത്. സാധാരണ ഇപ്പൊ വേറെ എന്റെ അതിനിടെ കാറാന്നിരിക്കട്ടെ, നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്യൂലോ പോലീസ്. അതെ, ഇതങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതിന് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പോലീസ് തുടക്കം തുടങ്ങി ഈ സംഭവത്തിൽ കാണിച്ചിരിക്കുന്ന ചില അലംഭാവങ്ങൾ ഉണ്ട് ഇതിനകത്ത്. അത് തുടക്കം തുടങ്ങി തന്നെ. ഇത് സുഹൃത്തുക്കളെ, എത്ര പ്രസക്തമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് നോക്കിയോ. ഇപ്പൊ അതിജീവിതനിട്ട പോസ്റ്റ് പറയുന്നുണ്ട്, ഇന്നൊരു വർഷം മുതലാണ് കേസ് ആരംഭിക്കുന്നത്. അന്ന് നമ്മുടെ സിദ്ദിഖ് ലാലിലെ ലാലുണ്ടല്ലോ, ലാലിൻ്റെ മകൻ്റെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ അതിജീവിത അഭിനയിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു കാറിൽ അവരെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകുന്നതിൻ്റെ വഴിക്കിടയ്ക്കാണ് ഒരു വാന് വന്ന ഇടയിൽ കയറിയിട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സംഗതി കഴിഞ്ഞ് ഇവരെ ഉപേക്ഷിക്കുന്നത് ലാലിൻ്റെ വീട്ടുമുറ്റത്താണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കാറിലാണ് കൊണ്ടുപോയതിനാൽ, അദ്ദേഹത്തിൻ്റെ കാറിലാണ് ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് ഒരു വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോയതിനാൽ, ആ കാറിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള
ലാലിനെയോ അല്ലെങ്കിൽ ആദ്യമായിട്ടും അവർ വന്നിറങ്ങിയ ആ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ച ആദ്യമായി കണ്ടു, സ്വന്തം മകൾക്ക് സംഭവിച്ച പോലെ ആക്രോശിച്ച് അത് ചെയ്ത ആളുകളൊക്കെ കൊന്നു കളയണം എന്നൊക്കെ വളരെ വലിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ലാലിനെതിരെ അല്ലെങ്കിൽ ലാല് എന്തുകൊണ്ടാണ് ഈ കേസിൽ ഒരു വാദിയോ പ്രതിയോ അല്ലെങ്കിൽ ഒരു സാക്ഷിയോ ഒന്നും ആവാത്ത എന്തുകൊണ്ടാണ്? ഒരു ചെറിയ ആ വഴിക്കൂടെ പോയ തുമ്മിയതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാക്ഷി വിസ്താരം ഉണ്ടാവില്ല, താൻ എന്തിനാണോ തുമ്മിയെ എന്ന് ചോദിക്കുന്ന അങ്ങനെ പോലും ഒരു സാക്ഷിയായിട്ട് ലാലോ ലാലിൻ്റെ മകനോ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ഇത് എവിടൊക്കെയോ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നത്. ഒന്നാം ദിവസം തുടങ്ങിയിട്ട് പരാതി കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരുന്നില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വിഷയമാണ്. ആ സാധാരണ സംഭവം അതിന് ആദ്യം പരാതി കൊടുക്കേണ്ട എവിടെയാ? ലോക്കൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം. അവിടെ നിന്നാണ് മേലേക്ക് പോകേണ്ടത്. ഇത് നേരിട്ട് DGP ആണ് ഇടപെടുന്നത്, ബെഹ്റയിലേക്കാണ് എത്തുന്നത്. ലോക്നാഥ് ബെഹ്റയിലേക്ക് വേണ്ടിയിട്ട് കേസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നാണ് പ്രശ്നം. ഈ പറയുന്ന ഏരിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, വാദിമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ആരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് നാട്ടു നടപ്പ്? എന്താണ് പ്രൊസീജിയർ? എന്റെ നാട്ടിൽ ഒരു വിഷയം സംഭവിക്കുമ്പോ എന്റെ നാട് ഏത് പോലീസ് സ്റ്റേഷന് കീഴിലാണോ ആ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതിപ്പെടുക, അല്ലെ? ഇവിടെ ലാൽ എന്ന് പറയുന്ന വ്യക്തി നേരെ വിളിച്ചത് ബെഹ്റ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിനുശേഷം അപ്പോ അത് അങ്ങനെയാണെങ്കിൽ ബെഹ്റയാണ് ആദ്യമായിട്ട് ലാല് വിളിച്ചതെങ്കിൽ അതെന്തിനും വിളിച്ചു എന്ന് പൊതുജനങ്ങൾ അറിയേണ്ടതല്ലേ? അങ്ങനത്തെ ഒരു വിളി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടാവണ്ടേ? പക്ഷേ ലാലിനെതിരെ ഒരു അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ലാലിനെ സാക്ഷിയാക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ടാണ്? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ആദ്യം അറിയിക്കേണ്ട കേസ് എന്തുകൊണ്ടാണ് നേരെ മേൽഭാഗത്തേക്ക് പോയത്? ഈ വണ്ടിയിൽ വെച്ചിട്ടാണ് ആക്രമണം നടത്തുമെന്ന് പറയുന്നു. ആ വണ്ടി, പിടിക്കപ്പെട്ട വണ്ടി, അതിനുള്ളിൽ പരിശോധന നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. എന്തൊക്കെ തെളിവുകളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ആർക്ക് വേണ്ടി? ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് 4 കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഈ പറയുന്ന സ്ഥലത്തൊന്നും പരാതി കൊടുക്കാതെ കണ്ട് DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ വിളിച്ച് കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഇവർ വ്യക്തമാക്കണം. തീർച്ചയായിട്ടും വലിയ സംശയം തന്നെയാണ്. സംശയം അത്ര നീട്ടൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ്. അതായത് ലാലിന്റെ മകന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തു നിന്നും ഈ നടിയെ സ്വന്തം ഡ്രൈവറെയും സ്വന്തം കാറും ഇട്ടിട്ട് എടുത്തു വരാൻ പറയുന്നത്. ഈ സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ലാലുമായി വലിയ കണക്ഷൻ ഈ ഒരു കേസിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ ഒരു തരത്തിലും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് ഇതാണ് സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ലാലിന്റെ മകന്റെ വാഹനമൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അവരുടെ ഒരു പ്രതി പോലും ഒരു സാക്ഷി പോലും ആക്കാത്തത്? അല്ലെങ്കിൽ അതിന് സാക്ഷിയായിട്ടുള്ള അന്വേഷിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ വിഷയത്തിനകത്ത് ലാല് പോലും സാക്ഷിയാണോ എന്ന് എനിക്കറിയില്ല, അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ലാലിന്റെ പേര് നമ്മൾ ഇതിന്റെ ഈ പറയുന്ന ചർച്ചാവേളയിൽ ഒരു സ്ഥലത്തും ഉയർന്നു വരാത്ത പേരാണ് ലാലിന്റെ പേര്. പക്ഷേ ലാലിന്റെ വീട്ടിലായിരുന്നു അതീവത ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് PT തോമസ് അവരെ കാണുന്നത്. ഇങ്ങനെയെല്ലാം ഒരു സമയത്ത് കേസിന്റെ തുടക്കം തുടങ്ങി തന്നെ എന്തോ ചില ദുരൂഹതകൾ കേസിന്റെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? അപ്പോ അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ഇതാണ് അറിയേണ്ടത്. ലാൽ എന്തിനെതിരെ ഇടപെട്ടു എന്ന് അറിയണമെങ്കിൽ ദിലീപിനെ രക്ഷിക്കാനായിരുന്നോ അതോ കൊടുക്കാനായിരുന്നോ? ഇനി അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊതുവേദിയിൽ പറഞ്ഞുകൊണ്ട് ഒരു അന്തർധാര ദിലീപുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം കൂടി എല്ലാവരുടെയും നെഞ്ചത്തുണ്ട്. ഒരു സ്ത്രീയാണ്, നടിയാണോ ഇനി വേറെ വല്ലതും ആണെന്ന് അറിയില്ല, ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള പറയുന്നത്. ഇത് തന്നെയാണ് ആക്രമിക്കപ്പെട്ട യുവതിയും ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പൾസർ സുനിയെ കൊണ്ട് ദിലീപിന്റെ പേര് ആരോ പറയിച്ചതാണ് എന്നുള്ള കാര്യം വലിയ സംശയത്തിന് ദൃഷ്ടി നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ ഓരോ പ്രതികളും ഓരോ സമയത്തും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ പീഡിപ്പിച്ചിട്ടില്ല എന്നൊരു വ്യക്തി പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ജയിലിൽ നിന്നും കത്ത് എന്നെ കൊണ്ട് പോലീസുകാർ എഴുതിച്ചതാണ് എന്നുള്ളൊരു പ്രതി പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പല പ്രതികളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിലേക്കൊന്നും വിരൽ ചൂണ്ടുന്നില്ല. പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഭീകരമാണ്. പല കാര്യങ്ങളും പല പ്രതികളും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും അന്വേഷണ വിധേയമാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. അതങ്ങനെയാണെങ്കിൽ മെനക്കെടാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊരു ചെറിയൊരു പോയിന്റ് മാത്രം, ഒരു ട്രിഗർ പോയിന്റ് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തുകൊണ്ടാണ് ആദ്യത്തെ സാക്ഷി, എനിക്കിത് അറിയില്ല, ഇനി സാക്ഷിയാണെന്ന് അറിയില്ല, ആണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ നിരുപാധികം ഞാൻ അതിനെ സോറ് പറഞ്ഞത് മാറ്റുന്നതായിരിക്കും. സംഗതി അതല്ല, ലാല് സാക്ഷിയാണെന്ന് അറിയില്ല. നേരിട്ട് കണ്ട ഈ മനുഷ്യൻ സാക്ഷിയല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് സാക്ഷിയാവേണ്ടത്? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏറെ ചോദിക്കാനുണ്ട്. ബൈ.